ഹായ് ഫ്രണ്ട്സ്, അപ്പം തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യമേ പറയുന്നു, ഇതെൻ്റെ പ്രതിഷേധത്തിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. വേറൊന്നുമല്ല, നമ്മുടെ ദീപക്കേട്ടൻ മരണത്തെ തുടർന്ന് ഷിംജിത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, പുള്ളി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന വണ്ടി അവിടുത്തെ സ്ഥലം സിയുടെ വണ്ടിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. സിയാണോ എസ് ആണോ ഏതൊരു പുടുവൻ്റെ വണ്ടി. അപ്പോൾ അങ്ങേറെ വണ്ടിക്ക് ഇൻഷുറൻസ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെപ്പോലെ പാവപ്പെട്ടവരുടെ വണ്ടിയായിരുന്നെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയോ ഇല്ലെങ്കിൽ അതിനുള്ള പെനാൽറ്റിയോ കോടതിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ കയറേണ്ടി വന്നേനെ. അത് പോട്ടെ നോക്കാം. രണ്ട്, ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും പിന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ നാട്ടുകാർ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും വടകര ഭാഗത്തു നിന്നോ എവിടെ നിന്നൊക്കെ അവൾക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ലീഗുകാരോടാണ് നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തത്, നാട്ടുകാരോടും ഇവളെപ്പോലെയുള്ളവളെ സപ്പോർട്ട് ചെയ്ത് നാണം കെടാൻ നിൽക്കരുത്. അവൾ ചിലപ്പം പുറത്ത് വരുമായിരിക്കും. ദൈവത്തെ ഓർത്ത് അവളെ സപ്പോർട്ട് ചെയ്യരുത്. ദീപക്കേട്ടന് ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ ജസ്റ്റിസ് ഫോർ ദീപക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിടുക, കമൻ്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇവൾക്കെതിരെ ഒരുപാട് കുറ്റങ്ങൾ, അതായത് ഇത് കറക്റ്റ് പ്ലാൻ ചെയ്ത് വന്നു തന്നെ അതിനുള്ള തെളിവുകൾ കാര്യങ്ങൾ പോലീസ് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 4 മിനിറ്റ് ദൂരമുള്ള സ്ഥലത്ത് 8 റീലാണ് അല്ലെങ്കിൽ 8 വീഡിയോസാണ് ഇവൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 1. പിന്നെ ഇവൾ പയ്യന്നൊരു ഭാഗത്തേക്ക് എന്തിനാ പോയെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. പിന്നെ ആരൊക്കെ വന്നു ഡൈവോഴ്സിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ പോയതെന്നുള്ളതാണ് പിന്നെ അറിയാൻ കഴിയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇവൾ പ്രിപ്പയർഡായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു എഡിറ്ററുണ്ട്, ഇവളെ ഹെൽപ്പ് ചെയ്ത് ആരൊക്കെയോ ഉണ്ട്, എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആളുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് അതായത് ബസ്സിൽ കയറുന്നതിന് മുമ്പുള്ള ദീപക്കും ഇവളും എവിടെയെങ്കിലും ടുഗദറായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തെ ഓർത്ത് കണ്ടുപിടിക്കുക. പോലീസുകാരായാലും ആരായാലും അതൊന്ന് തപ്പിയെടുക്കുക. അപ്പം ദീപക്കേട്ടന് ജസ്റ്റിസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും ഇവളെ സപ്പോർട്ട് ചെയ്യരുത്. ഇവളെ ഭയങ്കരമായിട്ട് ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഈ ഒരു അവസ്ഥ വരാമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ദൈവത്തെ ഓർത്ത് ഇവളെ ആരും സപ്പോർട്ട് ചെയ്യരുത്. അപ്പം ജസ്റ്റിസ് ഫോർ ദീപക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബാക്കി കുറേ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ ഞാൻ ലൈവിലും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.